നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ അമേരിക്കയ്ക്ക് ആവശ്യമില്ല എന്ന കാര്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ആണവ പ്ലാന്റുകൾ ആക്രമിക്കുമെന്ന് നിരന്തരം ഭീഷണി മുഴക്കിയിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് തന്റെ നിലപാട് മാറ്റി നിർണായക തീരുമാനം തുറന്നു പറഞ്ഞത്. ഹോർമൂസിലൂടെയുള്ള എണ്ണ ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ അത് സംരക്ഷിക്കണമെന്നാണ്, അല്ലെങ്കിൽ പിടിച്ചെടുക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭാവി മികച്ച നിലയിലാണെന്നും ഹോർമൂസ് കടലിടുക്ക് വഴി അമേരിക്ക എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല, ഭാവിയിലും അതുണ്ടാകില്ല, നമുക്കത് ആവശ്യമില്ലതിന്. പക്ഷേ ഹോർമൂസ് വഴി എണ്ണ ലഭിക്കുന്ന രാജ്യങ്ങൾ ആ പാതയിൽ ശ്രദ്ധിക്കണം. അവർ അത് വിലപ്പെട്ടതായി കരുതണം, അത് പിടിച്ചെടുത്ത് വിശിഷ്ടമായി കരുതണമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഹോർമൂസിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ആ പാത സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും മുന്നോട്ട് വരണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. അമേരിക്ക സഹായം നൽകുമെങ്കിലും അതിന് ഈ രാജ്യങ്ങൾ തന്നെ നേതൃത്വം നൽകണം. ഹോർമൂസിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇനി 2 വഴികളാണുള്ളതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാം, അല്ലെങ്കിൽ ഹോർമൂസ് സംരക്ഷിക്കാനായി വൈകിപ്പോയ ധൈര്യം വളർത്തിയെടുക്കുക എന്നതാണ് ട്രംപിന്റെ 2 വഴികൾ. അതായത് ട്രംപ് നിർദ്ദേശിക്കുന്ന 2 വഴികൾ. അതേസമയം നിലവിലെ സംഘർഷം അവസാനിച്ചാൽ ഹോർമൂസ് കടലെടുക്ക് സ്വാഭാവികമായും തുറക്കുമെന്നും ട്രംപ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു പ്രതീക്ഷ കൂടിയാണ്. ഇറാനെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ കഠിനമായ ഭാഗങ്ങളെല്ലാം പൂർത്തിയായി എന്നും അതിനാൽ ഹോർമൂസ് തുറക്കുന്നത് എളുപ്പമാകുമെന്നാണ് ട്രംപിന്റെ വാദം. അത് സ്വാഭാവികമായി തുറക്കുമെന്നും അവർക്ക് എണ്ണ വിൽക്കാൻ ആഗ്രഹമുണ്ടാകും, കാരണം അവർക്ക് എല്ലാം പുനർനിർമ്മിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിനാൽ ഹോർമൂസിലൂടെയുള്ള എണ്ണ ഒഴുക്ക് പുനരാരംഭിക്കുമെന്നാണ്. എണ്ണവില വേഗത്തിൽ കുറയുകയും ഓഹരികൾ വേഗത്തിൽ വളരുകയും ചെയ്യും, അതായത് വേഗത്തിൽ ഉയരുകയും ചെയ്യും എന്ന് ട്രംപ് പറയുന്നുണ്ട്. അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ എന്നാൽ മറ്റൊരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ആഗോളതലത്തിൽ അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധയാകുന്നുമുണ്ട്. ഇറാനിലെ ജനങ്ങൾക്ക് അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ജനങ്ങളുടെ യാതൊരുവിധ ശത്രുതയുമില്ല. ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങളെയും സാധാരണ ജനങ്ങളെയും വേർതിരിച്ച് കാണാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് പെഷഷ്കിയാൻ പറഞ്ഞു വെക്കുന്നത്. ചരിത്രത്തിലുടനീളം വിദേശ ഇടപെടലുകൾ നേരിട്ടിട്ടുണ്ട് എങ്കിലും ആധുനിക കാലത്ത് ഇറാൻ ഒരു യുദ്ധവും മുൻകൈയെടുത്ത് ആരംഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് നിർണായകമായ ഈ നീക്കം സംഭവിച്ചത്. ഇറാനെ ഒരു ആഗോള ഭീഷണിയായി ചിത്രീകരിക്കുന്നത് ചിലരുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന കാര്യം പെഷഷ്കിയാൻ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. ആയുധ വ്യവസായത്തെ പോഷിപ്പിക്കുവാനും വിപണികളെ നിയന്ത്രിക്കുവാനും വേണ്ടി ശത്രുക്കളെ കൃത്രിമമായി സൃഷ്ടിക്കുകയാണ് എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. നിലവിലെ യുദ്ധം ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ച അദ്ദേഹം സമാധാന ചർച്ചകളിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയത് അമേരിക്കയാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാന്റെ ഊർജ്ജ മേഖലയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ജനങ്ങൾക്ക് നേരെയുള്ള യുദ്ധമാണെന്നും ഇസ്രായേൽ പലസ്തീൻ നടത്തുന്ന ക്രൂരതകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇറാനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. യുദ്ധവും സമാധാനവും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് വരും തലമുറകളുടെ ഭാവി നിർണ്ണയിക്കുമെന്ന് ഏറ്റുമുട്ടലിന്റെ പാത മുൻപത്തേക്കാൾ ചെലവേറിയതാണെന്നും കത്തിൽ പറയുന്നുണ്ട്. ഹോർമൂസ് കടലെടുക്ക് അടച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചില്ല എങ്കിലും ഇറാന്റെ സൈനിക നടപടികളെല്ലാം സ്വയം രക്ഷയ്ക്കായി വേണ്ടിയുള്ളതാണ്. ഇറാൻ വെടിനിർത്തലിന് ശ്രമിക്കുന്നു എന്ന ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തള്ളിയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനത്തിനുള്ള താല്പര്യം കത്തിൽ സൂചിപ്പിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇറാൻ ഭരണകൂടം കൈക്കൊള്ളുന്നത്.